ഹാപ്പി ആവുന്നതിൽ നമ്മുടെ സംതൃപ്തി കണ്ടെത്തുന്നത് ഈ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാട്ടോ. അത് നമ്മളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമ്മളെപ്പോഴും എന്താ പറയാ, അവരെന്നെ വേദനിപ്പിച്ചു, അവരെന്നെ ഇങ്ങനെ ചെയ്തു, അവർ കാരണം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഉണ്ടായത്, ഞാൻ എത്ര അവരെ ഇഷ്ടപ്പെട്ടു, എന്നെ എന്നിട്ട് ഇങ്ങനെ അവർ ചെയ്തല്ലോ, എന്നെ അവോയ്ഡ് ചെയ്തല്ലോ, എന്നെ ഇങ്ങനെ മിസ്ബിഹേവ് ചെയ്തു, അല്ലെങ്കിൽ എന്നെ ചീറ്റ് ചെയ്തു, ഇങ്ങനെ 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 അങ്ങനെ പറഞ്ഞ് നമ്മളിങ്ങനെ പറയും. അപ്പൊ നമുക്ക് പെയിൻ ഭയങ്കര കൂടുതലാണ്, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. വൈ? എന്തിന് എന്നോട് ഇങ്ങനെ ചെയ്തു? വൈ ടു മീ? എന്നോട് മാത്രം ഇങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഉണ്ടായി? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു ഷാർപ്പായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ നമ്മളെ ഒരാൾ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ഇതിനൊരു ഉദാഹരണം പറയുന്നത്, നിങ്ങൾക്ക് ഒരാഗ്രഹമുണ്ട്. ആ ആഗ്രഹം, അതായത് നിങ്ങൾക്കൊരാളെ ഇഷ്ടമാണ്. ആ ഇഷ്ടം നിങ്ങൾക്ക് ഇങ്ങനെ എന്നെ ഇഷ്ടപ്പെടണം എന്ന ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ആ വ്യക്തി നിങ്ങളെ അത്തരത്തിൽ ഇഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് ആ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക, സംതൃപ്തി ഉണ്ടാവുന്നത്. ഇതിന്റെ വേറൊരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, വെള്ളം കുടിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിക്ക് അവിടെ ജ്യൂസ് കൊണ്ടു കൊടുത്തു. ജ്യൂസ് കുടിച്ചാലും അയാൾക്ക് ആ കംഫർട്ടും സംതൃപ്തിയും കിട്ടണമെന്നില്ല. ബിക്കോസ് അയാളുടെ മനസ്സിൽ ഒരു ഗ്ലാസ് നല്ല തണുത്ത പച്ചവെള്ളം കുടിക്കണം എന്ന് ആഗ്രഹം. പക്ഷെ അതിന് പകരം നമ്മൾ കൊടുക്കുന്നത് എന്താ? ജ്യൂസ്. അത് കുറച്ചും കൂടി നല്ല ജ്യൂസ്, അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊടുത്ത ജ്യൂസ്. അപ്പൊ ജ്യൂസ് കുടിക്കാൻ പറ്റണതാണ്. പക്ഷെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ വ്യത്യാസമാണ്. ചില പ്രണയബന്ധങ്ങളിലെയും പ്രശ്നം ഇത് തന്നെയാണ്. നമ്മുടെ എക്സ്പെക്ടേഷൻ ലെവല് വ്യത്യാസമാണ്. നമ്മള് ഇങ്ങനെ എന്നെ സ്നേഹിക്കണം, ഇങ്ങനെയൊക്കെ എന്നെ സ്നേഹിച്ചാലാണ് അയാൾ കറക്റ്റ് ആവുക, അല്ലെങ്കിൽ അവള് കറക്റ്റ് ആവുക. ഇതാണ് എന്റെ പോയിന്റ്. അപ്പൊ എന്നെ ഇങ്ങനെയൊക്കെ പെരുമാറണം എന്നൊക്കെ ഒരു ഇതുണ്ടാവും. ചിലത് മറ്റുള്ള ആൾക്കാരെ നമ്മളിലേക്ക് ഫോഴ്സ്ഫുള്ളി കൊണ്ടുവന്നിട്ടത്, ചിലത് നമ്മളുടെ ഒരു തെറ്റായ കുറച്ച് ബിലീഫ്സ്, നമ്മളതിനെ തിരുത്താൻ റെഡി അല്ല ഉണ്ടാവും. അപ്പൊ അവിടെ എന്താ വെച്ചാൽ, മറ്റേ വ്യക്തി ഒരു വേറെ പേഴ്സണാലിറ്റിയാണ്, അയാൾക്ക് അയാളുടേതായ ഇഷ്ടങ്ങളുണ്ട്, അയാൾക്ക് അയാളുടേത് ഒരു ലോകം ഉണ്ടെന്ന് നമ്മൾ മറക്കുക. പകരം നമ്മളുടെ ലോകത്തിലേക്ക് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ചേഞ്ച് ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ആവണം, അങ്ങനെ ആവണം, നിങ്ങൾ എന്നെ ഇതാവണം. അപ്പൊ നിങ്ങൾ എന്താ ചിന്തിക്കാത്ത? അപ്പുറത്ത് നിൽക്കണ വ്യക്തിക്കും ഇതുമാതിരി ചിന്തിക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ആ തിങ്കിങ് കപ്പാസിറ്റി ഉണ്ടല്ലോ. നമ്മൾ അവരെ മനസ്സിലാക്കണം, അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ടോ, അത് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പുറത്തെയും ഇപ്പുറത്തെയും സൈഡിലിരുന്ന് ചിന്തിക്കാൻ പറ്റണം. എന്തൊരു പ്രശ്നം ഉണ്ടാവുന്ന സിറ്റുവേഷനിലും അതർ പേഴ്സൺ, അപ്പുറത്തുള്ള രണ്ടാമത്തെ വ്യക്തി എന്തായിരിക്കും അങ്ങനെ റിയാക്ട് ചെയ്യുക, ആ കുട്ടി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു റിയാക്ഷൻ സമയത്ത് എന്ത് തോട്ടായിരിക്കും വന്നത്? ഇത്തങ്ങോട്ട് കൈ കെട്ടുകയാണല്ലോ, നമുക്ക് എളുപ്പമായി. പിന്നെ നമ്മുടെ ഉള്ളിൽ ഈ ഗ്രഡ്ജസ് വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കാര്യമില്ല, നമ്മൾ അവരെ ഏറ്റിക്കൊണ്ടു പോകുന്നൊരു അവസ്ഥയാണ്. അവരെ ഏറ്റിക്കൊണ്ട് നടക്കേണ്ട അവസ്ഥ വല്ലതും ഉണ്ടോ? ചിലതൊക്കെ കളയേണ്ടടുത്ത് കളയണം. ഈ ഭാരം ഏറ്റ് നടക്കരുത് എന്ന് പറയും. മനസ്സിലായോ?